ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പഴയ നടൻ സോമനെയാണ്. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. സോമൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ലേലം സിനിമയിലെ ആ അടിപൊളി ഹിറ്റ് ഡയലോഗാണ്, നേര തിരുമേനി എന്നുള്ള. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേർഡ് പറയാം, പ്രാക്ടീസ്. എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് രണ്ട് തരമുണ്ട്. ഒന്ന് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെത്തേഡാണ്. പിന്നെ രണ്ടാമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രം പഠിക്കുന്ന, നമ്മൾ വേറെ എന്താ പറയുക, അതിനുവേണ്ടി ക്ലാസ്സുകളിലൊന്നും പോകാറ്, ഓൺലി പ്രാക്ടീസ്. ഉദാഹരണത്തിന് നമ്മുടെ ഈ വർക്ക്ഷോപ്പിലൊക്കെ നിൽക്കുന്ന പയ്യന്മാർ, കൊച്ചു പയ്യന്മാർ, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ട്. ഹെൽപ്പറായിട്ട് വന്ന് കയറി പതുക്കെ പണി പഠിച്ചെടുക്കുന്ന ഒരു കാറ്റഗറി. ഞാനും ഡ്രോയിങ് അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നോർമലി എന്താ പറയുക, ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അത് കുറേ പഠിച്ച് അങ്ങനെയല്ല. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി, നമ്മളതിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനോട് ഭയങ്കര തീവ്രമായ ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് എന്നും പ്രാക്ടീസ് ചെയ്യുന്നത്. അത് എനിക്ക് സ്വന്തമായി ഫീൽ ചെയ്യാറുണ്ട്, മാറ്റങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് പ്രാക്ടീസ് എന്നുള്ള വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാനെടുത്ത വാക്ക് മെറ്റീരിയൽ ഹാപ്പിനെസ് എന്നുള്ള ഒരു വേർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യണ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ വിലയിരുത്തുന്ന ഹാപ്പിനെസ് എന്നും പറയാം. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കംഫർട്ടിൽ നിന്നും എന്താ പറയുക, ലക്ഷൂറിയസ് കംഫർട്ടിലേക്ക് ഉള്ള ഒരു ഹാപ്പിനെസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ കംഫർട്ടാവുന്നോ അത്രത്തോളം ഹാപ്പിനെസ്സാണ് നമ്മൾക്ക് ഫീൽ ചെയ്യണേ. എനിക്ക് തോന്നുന്നത് ലൈഫിൽ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്നത് മെറ്റീരിയൽ ഹാപ്പിനെസ്സിൻ്റെ പുറകെ ഓടുന്ന ആൾക്കാരിലായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു അഡിക്ഷൻ പോലെ ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ വരവിനേക്കാൾ കൂടുതൽ നമ്മൾ ചിലവാക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ നീങ്ങും. അങ്ങനെ മെറ്റീരിയൽ ഹാപ്പിനെസ്സിൻ്റെ പുറകെ പോകുന്ന അതിനൊരു സർട്ടൺ ടൈം അല്ലെങ്കിൽ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും അത് ഫെയ്ഡാവും. ആ ഒരു ഹാപ്പിനെസ് പെട്ടെന്ന് കടന്നു പോകും നമ്മുടെ ഒരു ലൈഫിൽ നിന്ന്. മെറ്റീരിയൽ ഹാപ്പിനെസ് എനിക്ക് തോന്നിയേക്കണ ഒരു 3 തരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയേക്കണ. ഒന്ന്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ അടിസ്ഥാനം പോലെ ഇരിക്കുന്നതാണെന്ന് തോന്നിയേക്കണം. ഇപ്പോൾ നമ്മളൊരു വസ്തു വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾഡ് വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഡ്രസ്സ് വാങ്ങുകയും മറ്റേ ഫോണ്, ഇലക്ട്രോണിക് ഐറ്റംസ്, പിന്നെ ലക്ഷൂറിയസ് കംഫർട്ടിന് കാറുകൾ അങ്ങനെയൊക്കെ വാങ്ങിക്കുക, നമുക്കത് ലോസിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡിമിനിഷിങ് റേറ്റാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. നമുക്ക് അത് ഒരു സർട്ടൺ ഇത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഹാപ്പിനെസ് ഫെയ്ഡാവും. കാരണം അതിനേക്കാൾ ബ്രാൻഡ് കൂടിയ സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആ ഹാപ്പിനെസ്സിന് ചെറിയ ഫെയ്ഡ് വരാൻ ചാൻസസ് കൂടുതലാണ്. സാമ്പത്തികമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെറ്റീരിയൽ ഹാപ്പിനെസ് ഒരു പ്രോബ്ലം അല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു നിശ്ചിത വരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ലോട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മനസ്സമാധാനം എന്നുള്ള വാക്ക് എന്നേക്കുമായി നമ്മളിൽ നിന്നും വിട്ടുപോകാൻ ചാൻസസ് കൂടുതലാണ്. കുറച്ച് ടൈം എടുത്താലും പൈസ നമ്മൾ അതിനു വേണ്ടി കൂട്ടി വെച്ച് എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഹാപ്പിനെസ് ഒരിക്കലും പെട്ടെന്നങ്ങ് ഫെയ്ഡാവില്ല. അത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ബ്രൈറ്റായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയേക്കണത്. നമ്മൾ ഈ പർച്ചേസിങ് ഹാപ്പിനെസ്സിൻ്റെ പുറകെ കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അത് മെയിനായിട്ട് ഒരു വേർഡ് കയറി വരുന്നതുകൊണ്ടാണ്. മൈൻഡ്ഫുൾനെസ് എന്നുള്ളൊരു വേർഡ് കയറി വരും നമ്മുടെ ഉള്ളിലേക്ക്. അതായത് നമ്മുടെ മനസ്സ് നിറയുക എന്നുള്ളതും. മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പററി ഹാപ്പിനെസ് ആണത്. അതിൽ നിന്ന് നമ്മൾ ഒരു സർട്ടൺ ഇത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മൂവ് ആവും. അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വേണം. കാരണം വെച്ചാൽ നമ്മൾ ഓരോ ഗ്രോത്ത്, നമ്മുടെ ഓരോ സ്റ്റേജ്
റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മളൊരു സാധനം ഒരു സംഭവം ഗെയിൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഭയങ്കര ഒരു നേട്ടം ഉണ്ടാക്കി, നമ്മളപ്പോൾ ഒരു നല്ലൊരു ഒരു പർച്ചേസ് ചെയ്തിരിക്കും, ഒരു കാറ് വാങ്ങിച്ചു, അല്ലെങ്കിൽ അത് എപ്പോഴും ആ കാർ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു പ്രൗഡ് ഫീൽ ചെയ്യും. നമ്മൾ അത്രയും എഫേർട്ട് അതിൽ കൊടുത്തുകൊണ്ടാണ്, നമ്മുടെ ലൈഫിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടിയതും ആ ഗ്രോത്ത് ഉണ്ടായതും പിന്നെ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നതും. പിന്നെ ഇതൊന്നും ബാധിക്കാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അത് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് സൈക്കിളിൽ ഓട്ടി കിടക്കുന്ന ഇഷ്ടംപോലെ വ്യക്തി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്, അതിനെക്കൊണ്ട് നമ്മൾ മാക്സിമം ഹാപ്പിനെസ് കണ്ടെത്തുക. ആ മെറ്റീരിയൽ ഹാപ്പിനെസ് കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മൈൻഡ്ഫുൾനെസ് എന്നുള്ള വാക്ക് പെട്ടെന്ന് ഓടിക്കേറി വരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള വെച്ചാൽ, നമ്മൾ ഓവറായിട്ട് പർച്ചേസ് ചെയ്യാതിരിക്കുക, മെറ്റീരിയൽ ഹാപ്പിനെസ്സിൻ്റെ പുറകെ പോകാതിരിക്കുക. നമ്മളുടെ കയ്യിൽ ഉള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ കൂടുതലും ഹെൽപ്ഫുള്ളാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഇപ്പോൾ ഏകദേശം ഫിനിഷിങ് ആവാറായിട്ടുണ്ട്. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനാണ്. ആരെങ്കിലും ഫ്രഷായിട്ട് കാണുകയാണെങ്കിൽ ഒരു ചെറിയൊരു കമൻ്റ് ഇടുക, ഒരു ചെറിയ ലൈക്ക് കൊടുത്തേക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. Always focus on you.